ഇവിടുന്ന് ജമ്മു കശ്മീരിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് പേരിന്റെ അറ്റത്തുള്ള ഐ കാണില്ല, പകരം കെ ആയിരിക്കും. എന്താണെന്നറിയാമോ? ഇന്ത്യ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അവിടെ കൂടെ വരാൻ ആളില്ല എന്ന് പറഞ്ഞ് ഒരു ലജ്ജയുമില്ലാതെ DYFK എന്ന് സ്വന്തം പ്രസ്ഥാനത്തിന്റെ പേര് മാറ്റിയിട്ട് കശ്മീരിൽ പോയി പ്രവർത്തിക്കുന്നവര് ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെ ഉപദേശിക്കുകയാണ്. എന്താണ്? കേരളം നിങ്ങളെ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് അവിടം മുതൽ ഇവിടം വരെയും ഒരേ പേരും ഒരേ രൂപവുമേ ഉള്ളൂ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് പകലും രാത്രിയും ഒരു രൂപവും ഒരു സ്വഭാവവുമേ ഉള്ളൂ, അല്ലാണ്ട് പകല് സഖാവും രാത്രി സുഡാപ്പിയുമായി നടക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരില്ല. ഇറാനെ അമേരിക്ക ആക്രമിച്ചു, ഇറാനെ നമ്മൾ ആക്രമിച്ചതിനെതിരായിട്ട് നമ്മൾ അപലപിച്ചില്ല, വലിയ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കപടതയെ കുറിച്ചിട്ട്. എന്താ കപടത എന്ന് പറയുന്നത്? ഇവരിവിടെ ഇരുന്നിട്ട് നമുക്കറിയാലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ എന്തൊക്കെ ചെയ്തു? കിസ് ഓഫ് ലവ് എന്നും പറഞ്ഞൊരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. കുറെ നാൾ ആർത്തവ കവാടം കെട്ടാൻ നടന്നു, പിന്നെ കുറെ നാൾ ആർത്തവ ലഹള നടത്താൻ നടന്നു, പിന്നെ മൈ ബോഡി മൈ ഫ്രീഡം എന്നും പറഞ്ഞും കൊണ്ട് വേറൊരു തരത്തിലുള്ള കുറെ സാധനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നടന്നു. അപ്പോഴൊക്കെ ഇവർ പറഞ്ഞത് എന്താണ്? അത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളിലേക്ക് നമ്മൾ കൈകടത്താൻ പാടില്ല. അപ്പോഴാണ് പറഞ്ഞത് അവരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം. ഈ മരിച്ചുപോയ ഇറാന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഞാൻ ഭാരതത്തിനും ഇറാനും നല്ല ബന്ധം തന്നെയാണ്, എന്നാലും ഞാൻ ഈ കപടത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. മരിച്ചുപോയ ഇറാന്റെ പ്രസിഡന്റ് എന്തായിരുന്നു? അദ്ദേഹത്തിനെതിരായിട്ട് അവിടെ എന്തുമാത്രം പെൺകുട്ടികളാണ് പുറത്തിറങ്ങി സമരം ചെയ്തത്? എത്രമാത്രം പെൺകുട്ടികളെ എത്രയോ ഹീനമായിട്ട് ആ ഭരണകൂടം കൊല്ലുന്ന സാഹചര്യമുണ്ട്, അതും ഇഞ്ചിഞ്ചായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലസ്തീൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ വായില് മനുഷ്യ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന സഖാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഇറാനിലെ ഈ പറയുന്ന പാവപ്പെട്ട പെൺകുട്ടികള് അവരുടെ മുഖം മറയ്ക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങി സമരം ചെയ്യുമ്പോൾ മോഡറേറ്റ് മുസ്ലിംസിനെയും പുരോഗമന മുസ്ലിംസിനെയും മാത്രം പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വോട്ട് ബാങ്കിന് ഗുണമാകില്ല എന്ന് അവർക്കറിയാം. പകരം അവർക്ക് ആരെ വേണം? പകരം അവർക്ക് വേണ്ടുന്നത് കുറച്ച് എക്സ്ട്രീമിസ്റ്റ് നിലപാടെടുക്കുന്ന ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടാണ് അവർ ഇറാന്റെ ഒപ്പമുണ്ട്, പകരം ആർക്കൊപ്പം ഇല്ല? ഗൾഫിനൊപ്പം അവരില്ല. നിങ്ങൾ ഈ കപടതയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മഹാരാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമാറ്റിക് ലെവലിൽ, നയതന്ത്ര തലത്തില് ഇറാനുമായിട്ടും ഗൾഫുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഒക്കെ നമ്മൾ വളരെ മികച്ച ബന്ധം പുലർത്തി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, പണി അറിയാവുന്ന ഒരു പ്രധാനമന്ത്രി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത ഞാൻ വായിച്ചു. അമേരിക്കയിൽ ഇന്ധനത്തിന് വില കൂടി, ചൈനയിൽ വില കൂടി, പാകിസ്ഥാനിൽ പെട്രോൾ പമ്പുകളെല്ലാം അടച്ചിട്ടു, ആൾക്കാരോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. ശ്രീലങ്കയിൽ വലിയ പ്രശ്നമാണ്, പ്രവൃത്തി ദിവസങ്ങൾ 4 വെട്ടിച്ചുരുക്കി. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ്. പ്രവൃത്തി ദിവസം 5 നിന്ന് 4 വെട്ടിച്ചുരുക്കി ശ്രീലങ്കയിലെ. പാകിസ്ഥാനിലെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് വാഹനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നു. അമേരിക്കയിൽ പോലും 3 ഇരട്ടിയായിട്ട് ഇന്ധന വില വർദ്ധിച്ചു. മനോരമയിൽ വന്ന വാർത്തയാണ്, ജനൻ ടിവിയിൽ വന്ന വാർത്തയൊന്നും അല്ല. നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? 56 ഇഞ്ച് നെഞ്ചളവുള്ള ആണൊരുത്തൻ അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും അമുൽ ബേബി അല്ല അവിടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തന്നെ വന്നു നിന്നിട്ട് പറയാണ്, എന്താണ്? നരേന്ദ്രമോദിജിക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. ഹോസ്ബുർഗ്, നമ്മുടെ ആ കടലിടുക്ക്, അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത സാഹചര്യമാണ്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കപ്പൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ കപ്പലിന്റെ മുന്നില് ഭാരതത്തിന്റെ ഒരു പതാക ഉണ്ടാവണം. ആ കപ്പലിന്റെ മുകളില് ഭാരതത്തിന്റെ ഒരു പതാക ഉണ്ടാകണം. ആ ഭാരതത്തിന്റെ ആ പതാക അവിടെ ഉയർന്നു നിൽക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം ഭാരതത്തിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നുള്ളത് കൊണ്ടാണ്. ശക്തനായ ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട് എന്നറിയാവുന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴാണ് കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ ചില ആൾക്കാർ മുക്കറിയിട്ടുകൊണ്ടിരുന്നു, ഗ്യാസ് കിട്ടുന്നില്ല. നമ്മുടെ മന്ത്രി വണ്ടിയും വിളിച്ച് സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി. എന്തിനാ? ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാ, കേരളത്തിന് മാത്രം പ്രത്യേകമായിട്ട് ഗ്യാസ് വരുത്തി തരണം. മനുഷ്യന് വിവരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക എന്ന് പറയുന്ന അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിക്കും മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം.
ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലോകം മുഴുവൻ ഇത്രയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും ഇന്ധനത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഗാർഹിക മേഖലയിൽ LPG ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും കേന്ദ്ര സർക്കാർ എടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കഞ്ഞിക്കലം വെന്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ വിറകന്വേഷിച്ച് നടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായേനെ. ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ചില ഹോട്ടലുകൾക്കും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതും മാറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? 50 പൈസ പോലും പെട്രോളിന്റെ വില പോലും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഇത് വെറുതെ നടക്കുന്നതല്ലേ? ഇത് വെറുതെ നടക്കുന്നതല്ലേ? ഇത് വെറുതെ നടക്കുന്നതല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കളരിയിൽ പയറ്റിത്തെളിഞ്ഞു പോയിട്ട് വ്യക്തി നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വ്യക്തി നിർമ്മാണം എന്താണ് എന്നുള്ള കാര്യം ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അതുപോലുള്ള ഏതാനും വ്യക്തികൾ ചേർന്നിട്ട് ഈ ഗവൺമെന്റിനെ ചലിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ സർക്കാർ അവിടെ ഇരിക്കുവാൻ വേണ്ടിയിട്ട്, ആ സർക്കാരിനെ കൂടുതൽ ചലിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ആ സർക്കാരിനെ കരുത്തു പകരുവാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്നും ദേശീയതയുടെ ശബ്ദം നിയമസഭ വഴി ഉയരേണ്ടുന്നതുണ്ട്. നിയമസഭയിൽ ആ ശബ്ദമില്ലാത്ത ഇടത്തോളം കാലം, കഴിഞ്ഞ ദിവസം സാക്ഷാൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ട് പോയതുപോലെ, അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി മിസ്റ്റർ പിണറായി വിജയൻ, എന്റെ അയ്യന്റെ സ്വർണം എവിടെ എന്ന് ചോദിക്കുവാൻ ജനപ്രതിനിധികൾ അവിടെ ഉണ്ടാകണം. അവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരെ കൊണ്ട് അവിടെ സാധിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് 100% അറിയാം. കേരളം എന്ന് പറയുന്നത് ISISനെ ഏറ്റവും അധികം റിക്രൂട്ട് ചെയ്ത നാട്. കേരളം എന്ന് പറയുന്നത് സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ മുതൽ കട്ടോണ്ട് പോയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നവരുടെ നാട്. കേരളം എന്ന് പറയുന്നത് പലതരത്തിലുള്ള തീവ്രവാദ ശക്തികൾക്ക് ഇവിടെ വന്ന് ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റും നടത്തിയിട്ട് പോകാൻ കഴിയുന്നവരുടെ നാട്. കേരളം എന്ന് പറയുന്നത് മര്യാദയ്ക്കൊരു വ്യവസായം തുടങ്ങി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥലം എന്നുള്ള തലത്തിലൊന്നും അല്ല അറിയപ്പെടേണ്ടുന്നത്. കേരളം എന്ന് പറയുന്നത് ആദിശങ്കരന്റെ മണ്ണാണ്. കേരളം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മണ്ണാണ്. ഈ ഭാരത ഭൂമിയുടെ അഭിവാജ്യ ഘടകമാണ്. നിങ്ങളുടെ പണി ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പറയാൻ കേരളം എഴുതി ആരും പാകിസ്ഥാന് തീറെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. കേരളത്തിനെ ഇവിടെ ആരും എഴുതി ഒരു പാകിസ്ഥാനും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളത്തിനെ ഇവിടെ ആരും എഴുതി ഒരു ചൈനയ്ക്കും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളത്തിനെ ഇവിടെ ആരും എഴുതി ഒരു ക്യൂബയ്ക്കും തീറെഴുതി കൊടുത്തിട്ടില്ല. കേരളം അന്നും ഇന്നും എന്നും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഈ മണ്ണിൽ നടക്കും. അതിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു സുഡാപ്പിക്കും ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. കാരണം കേരളം എന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് നെടുമങ്ങാട് നിയോജക മണ്ഡലം ചരിത്രം കുറിക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയം വായിച്ചു പഠിക്കുന്ന സമയത്ത് നെടുമങ്ങാട് നിയോജക മണ്ഡലവും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു റെഫറൻസ് ബുക്കായിട്ട് തന്നെ നിലനിൽക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, 6ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ 6ാമത്തെ ദിവസത്തിനിടയിൽ 3ാമത്തെ വലിയ പരിപാടിയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ 3ാമത്തെ വലിയ പരിപാടി നടക്കുവാനുള്ള ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘടനയുടെയും ഇവിടുത്തെ പ്രവർത്തകരുടെയും ശക്തിയാണ്. ആ ചാലക ശക്തി വരുന്ന 2 ആഴ്ചക്കാലം നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുപോകും. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ താമര വിരിയും. ഇത് ഒരു പ്രചരണമല്ല. ഞാൻ ആദ്യ ദിവസം മുതൽ പറയുന്നത് പോലെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. അപ്പോ ആ തീരുമാനത്തിൽ ഉറച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി.